MG ഹെക്ടർ വിപണിയിലെത്തിയതിനു പിന്നാലെ ടാറ്റ ഹാരിയർ, ജീപ്പ് കോമ്പസ്, മഹീന്ദ്ര XUV 500 എന്നിവയുടെ വിൽപ്പനയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. MG ഹെക്ടറിനെ സംബന്ധിച്ചിടത്തോളം മോറിസ് ഗാരേജസ് ഇന്ത്യ മികച്ച തുടക്കമാണ് നേടിയിരിക്കുന്നത്. സമാനമായി ആദ്യ കാലയളവിൽ ജീപ്പ് കോമ്പസ് വിൽപ്പന യഥാക്രമം 4012 യൂണിറ്റ്, 2972 യൂണിറ്റ് എന്നിങ്ങനെയായിരുന്നു. മൂന്നാം പാദത്തിൽ വിൽപ്പന 1717 യൂണിറ്റായി കുറഞ്ഞു. മഹീന്ദ്ര XUV 500 വിൽപ്പനയുടെ കാര്യത്തിലും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ രണ്ട് കാലയളവിലെ വിൽപ്പന യഥാക്രമം 6381 യൂണിറ്റും 3832 യൂണിറ്റുമായിരുന്നു. മൂന്നാം പാദത്തിലെ വിൽപ്പന 3204 യൂണിറ്റായി കുറഞ്ഞു. ടാറ്റ ഹാരിയർ, ജീപ്പ് കോമ്പസ്, മഹീന്ദ്ര XUV 500 എന്നിവയുടെ വിൽപ്പന ക്രമാതീതമായി കുറയുന്നു. ടാറ്റ ഹാരിയറിന് 11749 യൂണിറ്റ്, ജീപ്പ് കോമ്പസിന് 8701 യൂണിറ്റ്, XUV 500ന് 13147 യൂണിറ്റ് എന്നിങ്ങനെയാണ് 2019 ജാനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലെ മൊത്തം വിൽപ്പന. പുറത്തിറങ്ങിയതിനു ശേഷം ജൂലൈയിൽ MG ഹെക്ടർ 1508 യൂണിറ്റ് വിൽപ്പന നടത്തിയപ്പോൾ ഹാരിയർ 740 യൂണിറ്റുകൾ, കോമ്പസ് 509 യൂണിറ്റുകൾ, XUV 500 1116 യൂണിറ്റുകൾ എന്നിവ ഇതേ മാസത്തിൽ വിറ്റു. 2019 ഓഗസ്റ്റിൽ ഹെക്ടറിന്റെ വിൽപ്പന 2018 യൂണിറ്റായി ഉയർന്നപ്പോൾ ടാറ്റ ഹാരിയർ, ജീപ്പ് കോമ്പസ്, മഹീന്ദ്ര XUV 500 എന്നിവയുടെ വിൽപ്പന യഥാക്രമം 635 യൂണിറ്റ്, 605 യൂണിറ്റ്, 968 യൂണിറ്റ് എന്നിങ്ങനെയായി കുറഞ്ഞു. MG ഹെക്ടർ വിൽപ്പന വരും മാസങ്ങളിൽ ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാഹനത്തിന്റെ ഉൽപാദനം പ്രതിമാസം 3000 യൂണിറ്റായി കമ്പനി ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. 40,000-ലധികം ബുക്കിംഗുകൾ ഇതിനോടകം ലഭിച്ചിരിക്കുന്നതിനാൽ SUVയുടെ വിൽപ്പന വരും മാസങ്ങളിൽ എതിരാളികളെക്കാൾ ഉയരും.